ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ലൂപ്സിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് ഗോ ത്രൂ ചെയ്തിരുന്നത്. സോ ഇപ്പോൾ ലൂപ്സ് പഠിക്കാനുള്ള പെർഫെക്റ്റ് പ്ലേസ് നമ്മുടെ പ്രൊജക്റ്റിൽ തന്നെ ഉണ്ടെന്ന് പറയാം. സോ നമ്മുടെ ഈ ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു താഴെ. സോ ഇത് നമ്മൾ എഴുതിയ പ്രിന്റ് ലോഗ് എഫ് എന്നും പറഞ്ഞിട്ട്. സോ ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു എൻ്റെ അറേ പ്രിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാമാക്കി. ഓക്കെ, ഇപ്പം നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അറേ അങ്ങനെ തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വർക്ക് ചെയ്യും, പക്ഷേ ഔട്ട്പുട്ട് റീഡബിൾ അല്ല നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അറേ. സോ ലൂപ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈച്ച് ലോഗ് എൻട്രി നൈസ്ലി ഫോർമാറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലൂപ്സിൻ്റെ ആദ്യം നമ്മൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് നോർമൽ ഫോർ ലൂപ്പ് തന്നെയാണ്. സോ എന്തുകൊണ്ടാണ് നോർമൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ഇത് ഓൾഡസ്റ്റ് ലൂപ്പാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എവരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ സെയിം സിൻടാക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 പരിപാടിയാണ്. ഒന്ന് ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൽ 3 പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ സാങ്ഷൻ ഒരു എക്സാമ്പിൾ ചെയ്താൽ ഫോറിന് ചെയ്തിട്ടും അതിൽ 3 പാർട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ കേസ് അത് ഇനീഷ്യലൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ് എഴുതുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ കണ്ടീഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ തോട്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചോദിച്ചാൽ ഇവിടെയാണ് ലൂപ്പ് ബോഡി വരിക. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഫോർ ലൂപ്പ് നമ്മൾ എഴുതിയ ഫോർ ലൂപ്പിൽ 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഇനീഷ്യലൈസേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൂപ്പിന് വേണ്ട വേരിയബിൾസ് സെറ്റപ്പ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി കൗണ്ടർ വേരിയബിളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം ലെറ്റ് i = 0 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഐട്രേഷൻ ചെയ്യണ ടൈമിൽ ഐയുടെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലെറ്റ് i = 0 എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കും. ലെറ്റ് i = 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ ഐയുടെ വാല്യൂ എപ്പോഴും തന്നെ ഐട്രേഷനിൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ലെറ്റ് യൂസ് ചെയ്തത്, കോൺസ്റ്റ് യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ്. സോ ലെറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ i0 എഴുതിയിട്ടുണ്ട്, ഐയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് ലൂപ്പായി പോകും. സോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലെറ്റ് യൂസ് ചെയ്ത് കോൺസ്റ്റ് വരാം. രണ്ടാമത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് പാർട്ട് ഇതിന് കണ്ടീഷനാണ്. എക്സിറ്റ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ എഴുതി എനിക്ക് കണ്ടീഷൻ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ i <3 എന്ന് നമുക്ക് കൊടുക്കാം ഈ കണ്ടീഷനിൽ. ഓക്കെ, ഇതൊരു കണ്ടീഷനാണ്. സോ ലൂപ്പ് ബോഡി റൺ ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നത് വരെ നമ്മൾ ലൂപ്പ് ബോഡി എന്തേ ഉള്ളൂ, ലൂപ്പ് ബോഡി റൺ ആവുള്ളൂ. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നവരെ നമ്മൾ ബേസിക്കലി ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ടൈം കോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് ഐയുടെ വാല്യൂ <3 ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ 0 ആണ്, ഐയുടെ വാല്യൂ <3 ആവുന്നവരെ ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ തോട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ തേർഡ് പാർട്ട് ബേസിക്കലി അത് കോഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൺ ചെയ്യും. ഇപ്പോൾ എല്ലാ ഐട്രേഷൻ കഴിഞ്ഞ ശേഷം ഓരോ ഐട്രേഷൻ കഴിഞ്ഞ ശേഷം അത് ഈ കോഡ് റൺ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഫ്റ്റർ തോട്ട് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ i++ എന്ന് എഴുതും, ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടുന്നു. ഓക്കെ, സോ എവറി ടൈം ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഐയുടെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഞാനിവിടെ ഇനിയൊരു കൺസോളിലോ ലൂപ്പ് ബോഡിക്ക് ഞാനൊരു തൽക്കാലം ലോഗ് കൊടുത്തിട്ട് അവിടെ നമ്മളെന്താ വെച്ചാൽ ടെസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എഴുതാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യാം. നമുക്ക് അവനോട് ആപ്ലിക്കേഷനിൽ പോയിട്ടൊന്ന് റൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസ്പെക്ട്. ഓക്കെ, ഞാൻ ഒരു അറ്റാക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസോളിൽ ഷോ ലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾ 3 ടെസ്റ്റ് ലൂപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ 3 വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് വെച്ചാൽ ഈ 3 പ്രാവശ്യം ടെസ്റ്റ് ലൂപ്പ് കോൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. 3 എഴുതിയേക്കുന്നുണ്ട് സൈഡിൽ. സോ ബേസിക്കലി 3 പ്രാവശ്യം ഇത് സെയിം ടെസ്റ്റ് ലൂപ്പ് കോൾ ആയിട്ടുണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇനീഷ്യലി ഇവിടെ നമ്മുടെ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ്. സോ കണ്ടീഷൻ ട്രൂ ആണ്, അത് പ്രിൻറ്റ് ചെയ്യുന്നു, ഈ ടെസ്റ്റ് ലൂപ്പ് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ 1 ആക്കി മാറ്റും, എന്നിട്ട് ചെക്ക് ചെയ്യും കണ്ടീഷൻ ട്രൂ ആണ് ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ കണ്ടീഷൻ
1 ആണെങ്കിൽ ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്, പിന്നെയും ഇത് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ 2 ആക്കും ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട്. പിന്നെ 2 ആക്കുമ്പോൾ 2 <3 കണ്ടീഷൻ ട്രൂ ആണ്, ഇത് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇത് 3 ആക്കും ഐയുടെ വാല്യൂ. സോ 3 ആക്കുമ്പോൾ 3 എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആണ്, കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇത് 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തത്. ഈ ടെസ്റ്റ് ലൂപ്പ് ഇവിടെ 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാനുള്ള കാരണം ബേസിക്കലി ഇതുകൊണ്ടാണ്. ഓക്കെ, സോ ബ്രൗസർ കൺസോളിൽ സംടൈംസ് സെയിം ഔട്ട്പുട്ട് ആയതുകൊണ്ട് മെർജ് ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ 3 എന്ന് പറയുന്നത്. സോ നമ്മൾ വെച്ചാൽ ഈവൻ ദോ ലൈക്ക് 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഈ 3യുടെ ഇതിൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഡൈനാമിക്കായിട്ട് മാറ്റാനും പറ്റും ഈ നമ്മൾ എഴുതിയ ഫോർ ലൂപ്പിന്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ I<3യുടെ പകരം ഞാനിപ്പോൾ കൊടുക്കുകയെന്ന് വെച്ചാൽ I<, നമ്മൾ ബാറ്റിൽ ലോഗ് I<, അറേയുടെ ബാറ്റിൽ ലോഗ് എന്ന് പറഞ്ഞ അറേ ഡോട്ട് ലെങ്ത് എടുക്കാം. ഓക്കെ, എന്നിട്ട് I++ ഇതിൻ്റെ എന്നിട്ട് കൺസോൾ ഡോട്ട് ലൈ ഇത് നമുക്ക് ഡൈനാമിക് ആക്കണം. സോ അതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ബാറ്റിൽ ലോഗ് ഓഫ് I എന്ന് കൊടുത്തു, ആ പെർട്ടിക്കുലർ എലമെൻ്റ് എടുക്കാനായിട്ട് അറിയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ബാറ്റിൽ ലോഗ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ലെങ്ത് പ്രോപ്പർട്ടി അറയിലെ ഡീഫോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അറയിൽ ഡീഫോൾട്ട് പ്രോപ്പർട്ടിയാണ് അറേ ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത്. സോ അത് കൗണ്ട് കിട്ടും, അറയിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഇത് ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അറയുടെ ഐറ്റംസ് എത്ര ഉണ്ടോ വെച്ചാൽ അത്രയും പ്രാവശ്യം ഇത് ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ കാണണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനൊന്ന് റീലോഡ് ചെയ്ത് കിട്ട്. ഓക്കെ, നമുക്ക് അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, ഹീല്, ഓക്കെ, എന്നിട്ട് അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, ഹീല്, അറ്റാക്ക്. സോ നമ്മൾ കുറേ ഇതുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ വെച്ചാൽ ഇവിടെ ഷോ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ലോഗിൽ നമുക്ക് വന്നിട്ടുണ്ട് 26 വന്നിട്ടുണ്ട്. അത് കറസ്പോണ്ടിങ്ങിലി ഇവിടെ വന്നിട്ടുമുണ്ട്, പ്രിൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഓരോന്ന് എടുത്തിട്ടുണ്ട് വാല്യൂ. സോ എത്ര പ്രാവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ അത്ര പ്രാവശ്യം ലോഡായിട്ട് നമ്മൾ പെർട്ടിക്കുലർ എലമെൻറ്റ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ലാസ്റ്റ് മോൺസ്റ്റർ പ്ലെയർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. സെയിം സാധനം തന്നെ 1 by 1 എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഴുതിയ കണ്ടീഷൻ കുറച്ച് ഡൈനാമിക് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. ഫോർ ലൂപ്പിൽ ഓക്കെ ലെറ്റ് I = 0. സോ ഇനീഷ്യലൈസേഷൻ ഞാൻ ചെയ്തു. സോ 0 വരെ ഞാൻ 10 കൊടുത്തു ഇനീഷ്യലി. ഓക്കെ, സോ ഐയുടെ വാല്യൂ 10 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നത് I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് ഞാൻ പറയും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്ന് വെച്ചാൽ I -- കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കൗണ്ടറിനെ ബേസിക്കലി ബാക്ക്വേർഡായിട്ട് കൗണ്ട് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് I കൊടുക്കാം. ശരി, കുറേ കൺസോൾ ലോഗ് ഉള്ളതുകൊണ്ട് ഞാനത് കമൻറ്റ് ഔട്ട് ചെയ്യാൻ തൽക്കാലം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യാം. നമുക്കൊന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഷോ ലോഗ്. സോ ബേസിക്കലി നമ്മുടെ വാല്യൂ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് അതുകൊണ്ടാണ് ലൈക്ക് 10 9 8 7 എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഐയുടെ വാല്യൂ 10 കൊടുത്തു. സോ ഇവിടെ വന്നിട്ട് 10 <0 10 <0 ആണെന്ന് ചെക്ക് ചെയ്തു. അതേ കറക്റ്റാണ്, 10 <0 ആണ്. അപ്പോൾ കൺസോൾ ലോഗ് 10 പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10ൻ്റെ വാല്യൂ കുറച്ചു, നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്യുന്നത് ഒരെണ്ണമായിട്ട് കുറച്ചു. അങ്ങനെ 9 വന്നു ബേസിക്കലി. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് ഇത് കുറച്ച് 0 എത്തിക്കഴിഞ്ഞാൽ 0 പ്രിൻറ്റ് ചെയ്യില്ല. 0 കണ്ടീഷൻ 0 <0 എന്ന് വെച്ചാൽ കണ്ടീഷൻ ഫോൾസ് ആവും. അങ്ങനെ ഈ ലൂപ്പ് ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ഫോർ ലൂപ്പിൽ നമ്മൾ കുറച്ച് കാര്യം ചെയ്യുന്നത് സ്റ്റാർട്ട് വാല്യൂ ചേഞ്ച് ചെയ്യണം. എപ്പോഴും നമ്മൾ എടുക്കുന്ന ഈ സ്റ്റാർട്ട് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഫോർ ലൂപ്പിൽ എപ്പോഴും ചേഞ്ച് ചെയ്യണം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യണം ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസൊക്കെ യൂസ് ചെയ്യാനും പറ്റും നമ്മുടെ ഫോർ ലൂപ്പിൽ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടീഷൻ വേണമെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈനാമിക് എക്സിറ്റ് കണ്ടീഷൻസ് യൂസ് ചെയ്യണം. നിങ്ങൾ കണ്ടീഷൻസ് അപ്പോൾ ഡൈനാമിക്കായിട്ട് എക്സിറ്റ് ചെയ്യാനും പറ്റണം. പിന്നെ ഇത് വെരി ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ കുറയ്ക്കുന്നുണ്ടല്ലോ
ഐ മൈനസ് മൈനസ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതാം, ലൂപ്പ് ബോഡിയുടെ ഉള്ളിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ മൈനസ് കുറച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ കുറച്ച് ചേഞ്ച് വരും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഷോ ലോക്ക്. ഓക്കെ, ഇപ്പോൾ 9 തൊട്ട് നമ്മൾ 0 വരെ കാണിക്കുന്നുണ്ട്. മുമ്പ് 0 വരെ ഉണ്ടായില്ല, 1 വരെ ഉണ്ടായുള്ളൂ, ഇപ്പോൾ 0 വരെ കാണിക്കുന്നുണ്ട്. സോ അതാണ് കണ്ടീഷൻസ് ബേസിക്കലി ലൈറ്റായിട്ട് ചേഞ്ച് ആവും നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിലൊക്കെ. ഇവിടെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദി ബോഡി എന്ന് പറയാം നമുക്ക്. സോ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ എക്സിക്യൂഷൻ്റെ ഓർഡറൊക്കെ ചേഞ്ച് ആവും. ഓക്കെ, സോ ദാറ്റ്സ് വൈ നമുക്ക് ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 9 to 0 കറസ്പോണ്ടിങ്ങിൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയത്. ഐയുടെ വാല്യൂ കുറച്ചിട്ട് 9 ആണ്, 9 to 0 ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് ബേസിക്കലി. സോ ഓർഡർ ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ 10 ആണ് പ്രിൻറ്റ് ചെയ്തിരുന്നത്. അതിന് മുമ്പ് ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4ൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി 10 to 1 ആണ് പ്രിൻറ്റ് ചെയ്യുക. ഇവിടെ കൊടുത്തപ്പോൾ നമ്മൾ 9 to 0 ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കണ്ടീഷനൊക്കെ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ബേസിക്കലി ഇൻകറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ പിന്നെ കൗണ്ടർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് പോകും. ഇൻഫിനിറ്റ് ലൂപ്പ് അടിച്ച് കഴിഞ്ഞാൽ മെയിൻ 3 പ്രശ്നം വരും. ഒന്നുകിൽ ബ്രൗസർ ഫ്രീസായി പോകും, പിന്നെ അത് കണ്ടമാനം മെമ്മറി കൺസ്യൂം ചെയ്യും, പിന്നെ അത് ക്രാഷും ചെയ്യും. നമ്മുടെ കറസ്പോണ്ടിങ് ടാബ് ബ്രൗസർ ടാബ് ക്രാഷ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് ബി കെയർഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ കണ്ടീഷൻ കൊടുക്കാണ്ട് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഞാൻ പക്ഷേ ചെയ്യുന്നില്ല, കാരണം ബ്രൗസർ ക്രാഷ് ആക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, സോ ഓൾവേസ് ബി കെയർഫുൾ ഫോർ ദാറ്റ്. പിന്നെ മോസ്റ്റ് കോമൺ ആൻഡ് റെക്കമെൻഡഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ട് അറ്റ് 0 ആണ് നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ ഇൻക്രിമെൻറ്റ് ബൈ 1 പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ലെങ്ത് അല്ലെങ്കിൽ ഫിക്സ്ഡ് നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, ഒരു പെർട്ടിക്കുലർ ലൂപ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തെടുക്കും. ഓക്കെ, സോ ഫോർ ലൂപ്പ് ബേസിക്കലി നമുക്ക് കുറച്ച് സിമ്പിൾ, ക്ലീനും പ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ പറയാനും പറ്റും. ഇതാണ് നോർമൽ നമ്മൾ ഫോർ ലൂപ്പ് ഫൗണ്ടേഷൻ ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിത് കവർ ചെയ്യുക ഈ ഫോർ ലൂപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് 4 ഓഫ് ലൂപ്പിലേക്ക് മൂവ് ചെയ്യാം. അത് കുറച്ചും കൂടിയും ഇതിനേക്കാളും കുറച്ച് ക്ലീനറാണ് RASലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. സോ അൺടിൽ ദാറ്റ് ടൈം നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക, ഈ ഫോർ ലൂപ്പ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അത്യാവശ്യം കൗണ്ടറിൽ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടിയും ഞാൻ നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങൾക്ക് റാപ്പപ്പ് ചെയ്യാം. സോ ബേസിക്കലി ഒരു എക്സസൈസ് ഉണ്ട്. ഇന്ന് ഫോർ ലൂപ്പ് നിങ്ങൾ പഠിക്കുക. ഈ എക്സസൈസ് ചെയ്യുന്ന മുമ്പ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് 100 ടൈംസ് ബേസിക്കലി റൺ ചെയ്യണം ആ ലൂപ്പ്. ഓക്കെ, സോ എവറി റണ്ണിൽ അതെന്ന് വെച്ചാൽ ഒരു പ്രീഡിഫൈൻഡ് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്, കോൾ മീ എന്നും പറഞ്ഞിട്ട്. ഈ ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആവാൻ വേണം. ഓക്കെ, പിന്നെ അറ്റ് ദി എൻഡ് ബേസിക്കലി കോൾ മീ ഷുഡ് ഹാവ് ബീൻ കോൾഡ് 100 ടൈംസ്. ഈ കോൾ മീ ഫംഗ്ഷൻ ഇത് കോൾ ആവുകയും വേണം. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന കോഡ് ഈ ഫംഗ്ഷൻ സോൾവിൻ്റെ ഉള്ളിൽ എഴുതണം നിങ്ങൾ എഴുതുകയാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നുണ്ടോ, എന്നിട്ട് 100 ഇത് കഴിഞ്ഞാൽ 100 പ്രാവശ്യം കോൾ മീ ഫംഗ്ഷൻ കോൾ ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയാം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ടൈം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ ബേസിക്കലി വരുന്നത് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ സോൾവ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഫോർ i = 0, അത് ഇനീഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ i < 100 ടൈംസ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ i++ എന്നും വിളിക്കുന്നുണ്ട്, ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ. എന്നിട്ട് നമ്മളിവിടെ ലൂപ്പ് ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നു, കോൾ മീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സിമ്പിളാണ്. i എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടാണ്, കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ i 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ കണ്ടീഷനാണ് ലൂപ്പ് റൺസ് 100 ടൈംസ് ബേസിക്കലി 0 to 99 ആണ് ടൈംസ് റൺ ചെയ്യുക. അപ്പോൾ മൊത്തം 100 ആയി. 0 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 99 വരെ മതി. അപ്പോൾ മൊത്തം 100 ടൈംസ് ആയി. സോ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് കൗണ്ടർ, എവരി റണ്ണിന് ശേഷം നമ്മൾ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. കോൾ മീ ഫംഗ്ഷൻ വിളിക്കുന്നത് വെച്ചാൽ എക്സിക്യൂട്ടഡ് വൺസ് പെർ ദി ലൂപ്പ് ഐറ്ററേഷൻ. സോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ കോൾ മീ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണെന്ന് ഇരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഇൻ കേസ് എൻ്റെ റിസോഴ്സസ് മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് നിറയെ റിസോഴ്സസ് ഉണ്ട് ഫോർ ലൂപ്പിനുള്ളത്. സോ അതൊക്കെ ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത സെക്ഷനിലായ 4 ഓഫ് ലൂപ്പിലേക്ക് കാണാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.